ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും എന്തുകൊണ്ട് ഒരുപോലെ വർക്കാകുന്നില്ല? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. പലരും അഫർമേഷൻസ് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് പറയും, വിഷ്വലൈസേഷൻ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എനിക്ക് വർക്കാവുന്നില്ല. എന്നാൽ ചില മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സൂപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട്. അവർ വീട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, കാറ് മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ട്രിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവരിലേക്ക് എത്തുന്നു. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത് വർക്കാവുന്നു, ചിലർക്ക് വർക്കാവുന്നില്ല? ഇത് ദൈവത്തിന് നമ്മളോട് പാർഷ്യാലിറ്റി ഉള്ളത് കൊണ്ടല്ല. ഇതൊരു മനുഷ്യൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് വളരെ നിഷ്കളങ്കമായി, വളരെ നല്ല മനസ്സോടുകൂടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെങ്കിലേ കാര്യങ്ങൾ വർക്കാവും. ചിലർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ആരെങ്കിലുമൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേട്ട് ചിലരെന്ത് ചെയ്യും, യൂട്യൂബിലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ 11x11 ടെക്നിക്ക് ജസ്റ്റ് എഴുതി നോക്കും. ചിലപ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസക്കുറവ് കൊണ്ട് അത് നടക്കാതെ പോകും. ഇവർ പറയും, ഇതൊക്കെ ചുമ്മാതെ പറ്റിപ്പാതട്ടെ, അപ്പോൾ അങ്ങ് എഴുതി കഴിഞ്ഞാൽ അങ്ങ് നടക്കുമെങ്കിൽ. അതായത് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂയുടെ കടന്നു പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് എല്ലാവരും കൈവിട്ടപ്പോഴും ഇനി ഇവർക്ക് ഹീലാകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു, പക്ഷേ ആ ഡോക്ടർമാരെയും സൃഷ്ടിച്ച എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള ആ വിശ്വാസം എൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിരുന്നു. ആ സ്ട്രോങ് ബിലീഫ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും എടുത്തപ്പോഴാണ് എനിക്ക് ഹീലിംഗ് സംഭവിച്ചത്. അപ്പോൾ അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വിശ്വാസത്തോടെ നമ്മൾ മാനിഫെസ്റ്റേഷനെ സമീപിച്ചെങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ ഒന്ന് നിങ്ങൾ കണ്ണോടിച്ച് നോക്കി. ആരെങ്കിലും നന്നായി കഴിഞ്ഞാൽ അതിലുള്ള അസൂയ, ആരെങ്കിലും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവനെ വലിച്ച് താഴത്തേക്ക് ഇടണമെന്നുള്ള ചിന്ത, അതുപോലെ തന്നെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്ന മനുഷ്യർ, തലയിൽ മൊത്തം നെഗറ്റിവിറ്റി ലിമിറ്റിംഗ് ബിലീഫുമായിട്ട് നടന്നാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. എപ്പോഴും ഞാൻ ക്ലാസ്സിലും വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് മക്കളെ, നല്ല ശുദ്ധ മനസ്സോടെ ഇരിക്കണം. പലരും ചോദിക്കാറുണ്ട്, ടീച്ചറുടെ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് എന്താ? ശുദ്ധമായ മനസ്സ്. അതെന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. അത്രയും പ്യൂരിറ്റി ഓഫ് മൈൻഡിലിരുന്ന് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ മനസ്സ് കള്ളവും കാപട്യവും ചതിയും വഞ്ചനയും ഒന്നും ഇല്ലാത്ത ശുദ്ധ മനസ്സാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ വർക്കാവും. കാര്യം എന്താ? നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയുടെ ചെളിക്കുണ്ടിൽ കിടക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈബ്രേഷൻ തലം വളരെ ലോ ആണ്. അവർക്ക് മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. പിന്നെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ലക്ഷ്യമേ ഇല്ല. അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. അതായത് ദൈവം വളർന്നിട്ട ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കണം എന്ന് ചിന്തിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ഗോളൊന്നും സെറ്റ് ചെയ്യില്ല. ചില ആൾക്കാർ ഗോള് സെറ്റ് ചെയ്താലും അതിനുവേണ്ടി വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ ഒരു കർഷകൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതച്ചിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഒരു വിത്ത് നട്ടു, ബാക്കി ദൈവം നോക്കട്ടെ, ദൈവം അതിനെ വളർത്തട്ടെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിത്ത് ഒരിക്കലും മുളച്ച് തൈയായി മാറില്ല. എന്ത് ചെയ്യണം? ആ കർഷകൻ അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് കാത്തു പരിപാലിച്ച് അതിനെ ടേക്ക് കെയർ ചെയ്തെങ്കിൽ അത് നല്ല രീതിയിലുള്ളൊരു വിളവായി മാറുള്ളൂ. അതുപോലെ നമുക്ക് ഗോളുണ്ട്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അഫർമേഷനും വിഷ്വലൈസേഷനും പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ദൈവം നടത്തും എന്നും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ നടക്കില്ല. ആക്ഷൻ എടുക്കുന്ന ഭാഗം എത്തുമ്പം പലർക്കും മടിയും. ആളുകൾക്ക് കോടീശ്വരരാകണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആക്ഷൻ പാർട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പണിയും എടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ദൈവമേ, എങ്ങനെയെങ്കിലും എനിക്കൊരു ലോട്ടറി അടിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈസിയായി എനിക്ക് പണം സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആക്ഷൻ എടുക്കാൻ മടിയുള്ളവർ. നമ്മൾ ആക്ഷൻ എടുക്കാതെ മക്കളെ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൽ തന്നെ ആ ഒരു ആക്ഷൻ വേർഡ് ഉണ്ട്.
ഗോള് സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ പലരും സ്ട്രെസ്സിലും ടെൻഷനിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് സ്വസ്ഥമാക്കി വെച്ചിട്ട് നല്ല ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാം. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കണ്ണീരും കരച്ചിലും വേദനയും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളത് നെഗറ്റിവിറ്റിയിലുള്ളൊരു ജീവിതമാണ്. സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവും, പെട്ടെന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ റോണ്ട ബേണിനെ നിങ്ങൾക്കറിയാം. അവരുടെ ലൈഫിൽ അവരുടെ പിതാവ് മരണപ്പെട്ടു, സാമ്പത്തികപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ബിസിനസ് പരാജയപ്പെട്ടു, ജീവിതം തന്നെ വളരെ തകർന്നിരിക്കുന്ന സമയത്താണ് റോണ്ട ബേണിൻ്റെ മകള് ഒരു പുസ്തകം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നത്. അവർ ആ പുസ്തകം വായിച്ചതോടുകൂടി അവർക്ക് മനസ്സിലായി ചിന്തകളാണ് അവരുടെ ലൈഫ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. അങ്ങനെ അവർ തോട്ട് പ്രോസസ്സ് മാറ്റും, അഫർമേഷനും വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ലൈഫിൽ മാറ്റം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ നിരവധി ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് അവർ കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവ് നേടി. അങ്ങനെ അവർ ദ സീക്രട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയും പിന്നീട് ആ ഒരു പുസ്തകം സീക്രട്ട് ബുക്ക് ഇന്ന് ലോകത്തിൽ മില്യൺ കണക്കിന് കോപ്പീസ് വിറ്റഴിഞ്ഞ പുസ്തകമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലർക്കും അവരുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കുന്നില്ല. പഴയ ശീലങ്ങളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാനിഫെസ്റ്റേഷനൊക്കെ നടക്കണം. പഴയ ശീലങ്ങൾ, നെഗറ്റീവായിട്ടുള്ള പഴയ ശീലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മാനിഫെസ്റ്റേഷൻ ശരിയായിട്ട് വർക്കില്ല. ഒരു ഡിസിപ്ലിനുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണം. കൃത്യമായിട്ടുള്ളൊരു മോർണിംഗ് റൊട്ടീൻ ഉണ്ടായിരിക്കണം, ഈവനിങ് റൊട്ടീൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള പ്രാക്ടീസുകളും, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അറിവ് നേടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് വർക്ക് ആവത്തുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൻഡ്, ഇമോഷൻ, ആക്ഷൻ, ടൈം, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് വരണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് കോടീശ്വരനാകണം. അപ്പോൾ ആ വ്യക്തി അഫർമേഷൻ പറയുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ്റെ ഇമോഷൻ മൊത്തം നെഗറ്റീവായോ, എൻ്റെ ബിസിനസ് പരാജയപ്പെട്ടിരിക്കുകയാണ്, എന്നിലേക്ക് പൈസ വരുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, ആ നെഗറ്റീവ് ഇമോഷനിൽ ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കില്ല. കുറച്ച് സമയമെടുക്കുക. ആൾക്കാർക്ക് പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നൊരു കാര്യമില്ല. അവർക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് അടുത്ത സെക്കൻഡിൽ അതിന് റിസൾട്ട് കിട്ടണം. ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ കാണുന്ന സക്സസ്, കഴിഞ്ഞ 5 വർഷം ഞാനൊരു ഡിസിപ്ലിനായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്തത് കൊണ്ട് എൻ്റെ പ്രാക്ടീസസിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യില്ല എന്നല്ല. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മളൊരു മെൻറ്ററുടെ ഹെൽപ്പ് എടുക്കുക. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ കുറേ അറിവ് കിട്ടും, എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. മെൻറ്റർ എന്ന് പറയുമ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം. ആ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഇതൊക്കെ ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മെൻറ്റർ, അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴികൾ പറഞ്ഞുതരും, ഈസി ആയിട്ടുള്ള പാത്ത്. നമ്മളത് കറക്റ്റ് ഫോളോ ചെയ്യുന്നു, നമുക്കതിന് റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്ത് മൈൻഡിലുള്ള കണ്ടാമിനേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞ് എപ്പോഴും സന്തോഷമായിരുന്നു കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടീച്ചറമ്മയുടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ലക്ഷക്കണക്കിന് മലയാളികൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സാണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്. കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പുതിയ പ്രാക്ടീസുകളോടെ ഓഗസ്റ്റ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി റെഡിയായി കഴിഞ്ഞു. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സ്റ്റുഡൻസ്, ഇതുവരെ വന്നിട്ടുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് 9567274997 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മക്കളെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, അറിവ് നേടുക. എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓരോ ദിവസവും നമ്മളെ ഇമ്പ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എത്തിയെങ്കിൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള സക്സസ് കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ട് ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ട് ജീവിക്കുന്നവർ? വളരെ കുറവാണ്. നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര പോസിറ്റീവാണ് എന്നുള്ളതാണ് അവരുടെ വിചാരം. അവർക്ക് പോസിറ്റിവിറ്റി എന്താ, നെഗറ്റിവിറ്റി എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തി ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല മിടുക്കരായിട്ടിരിക്കുക. നിങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ വർക്കാവട്ടെ. മിസ്റ്ററും എല്ലാവരുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടച്ച ബൈ ബൈ, ലവ് യു.